വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. ഇംഗ്ലീഷിലെ ഗ്രാമർ ഭാഗം എന്ന് പറയുന്ന സുപ്രധാനമായൊരു ഭാഗമാണ് റിപ്പോർട്ടർ സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് റിപ്പോർട്ടഡ് സ്പീച്ചിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അഥവാ നാം അത് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന ആ ചോദ്യം, അല്ലെങ്കിൽ പുട്ട് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന ആ ചോദ്യം, ഓർ റീറൈറ്റ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ഓർ റിപ്പോർട്ടഡ് സ്പീച്ച്, അങ്ങനെ വരുമ്പോൾ മറ്റൊരു വാക്ക് കൂടി പഠിക്കാനുണ്ട്. ആസ് വി വോണ്ട് ടു റൈറ്റ് ഇൻ ഡയറക്റ്റ്, we should have a direct speech, direct way. നേരായ വഴിയുണ്ട് ഡയറക്റ്റ്, അല്പം വളഞ്ഞ വഴിയാണെന്ത് ഇൻഡയറക്റ്റ്. അപ്പോൾ ഇത് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ നിന്നും വളരെയേറെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നുകൂടിയാണ്. നാം മലയാളത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയിൽ ഒരാൾ നമ്മോട് പറയുന്ന കാര്യങ്ങൾ നാം മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, നാം മറ്റൊരാളോട് പറയുമ്പോൾ, ഇതിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, ഒരു യോഗം നടക്കുമ്പോൾ, ഇന്ത്യൻ പ്രസിഡൻറ്റും അമേരിക്കൻ പ്രസിഡൻറ്റും കൂടിയിരുന്ന് ചർച്ച നടത്തുമ്പോൾ ആ ചർച്ച അവർ തമ്മിലുള്ള സംഭാഷണം മാത്രമാണ്. ഇറ്റ് ഈസ് ദ ടോക്ക് ബിറ്റ്വീൻ ടു പ്രസിഡൻറ്റ്സ്, ഓർ ബിറ്റ്വീൻ ടു പ്രൈം മിനിസ്റ്റേഴ്സ്, ഓർ ബിറ്റ്വീൻ ടു മിനിസ്റ്റേഴ്സ്. കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും നമ്മുടെ ഏതെങ്കിലും ജലവൈദ്യുതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അവരുടെ ഏതെങ്കിലും ചേംബറിലിടുന്ന നടത്തുന്ന സംഭാഷണമാണ്, ഡയറക്റ്റ് സ്പീച്ചാണ്, ഡയറക്റ്റ് സ്പീച്ച്. എന്നാൽ ചിലപ്പോൾ ആ സംഭാഷണം കേൾക്കാൻ പത്രപ്രതിനിധികളെ വിളിക്കാറുണ്ട്, ഡെലിഗേറ്റ്സിനെ വിളിക്കാറുണ്ട്, മീഡിയക്കാരെ വിളിക്കാറുണ്ട്. അങ്ങനെ മീഡിയക്കാരുടെ മുന്നിലിരുന്ന് അവർ സംഭാഷണം നടത്തുമ്പോൾ മീഡിയക്കാർ അത് കുറിച്ചെടുക്കും, അവരുടെ പത്രത്തിലേക്ക് കൊടുക്കാനായിട്ട്, അവരുടെ മീഡിയയിൽ പറയാനായിട്ട്. അങ്ങനെ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങൾ, എടുത്ത തീരുമാനങ്ങൾ, അവർ തമ്മിൽ നടത്തിയ സ്പീച്ചിനെ നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ടോക്ക് ബിറ്റ്വീൻ A and B. A is a chief minister and B is also a chief minister. And the talk in between them can be called the direct speech. അവർ തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിനെ നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാം. എന്നാൽ അവർ സംസാരിച്ച കാര്യം പുറത്തു വന്നിട്ട് പത്രപ്രതിനിധികളുമായിട്ട് ചിലപ്പോൾ സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന പത്രപ്രതിനിധി ആര് മാത്രമാണ്? സി ആണ്. ആ പത്രപ്രതിനിധിയോട്, അല്ലെങ്കിൽ ആ മാധ്യമ പ്രവർത്തകനോട് എയും ബിയും പറയുന്ന കാര്യങ്ങൾ, അത് ഈ സി, അതായത് ഒന്നുകിൽ കുറിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നു, രേഖപ്പെടുത്തുന്നു. അത് നമ്മളാകുന്ന ആ പത്രപ്രവർത്തകൻ, നമ്മളാകുന്ന ഡി ആകുന്ന സാധാരണ പത്രവായനക്കാരോട്, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ കേൾക്കുന്ന ശ്രോതാക്കളായ നമ്മളോട് ആ സി പറയുന്നു. വൺസ് അഗെയിൻ, കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും കൂടി മുല്ലപ്പെരിയാറിനെ പറ്റി പറഞ്ഞുറപ്പിച്ച ധാരണകൾ സി കേൾക്കാനിടവരുന്നു. സിയോടവർ സംസാരിക്കുന്നു, സി അത് കേൾക്കുന്നു, സി അത് കുറിച്ചെടുക്കുന്നു, സി അത് മനസ്സിലാക്കുന്നു. സി ഈസ് എ മീഡിയേറ്റർ, ഈസ് എ റിപ്പോർട്ടർ. ഹി റിപ്പോർട്ട്സ് ടു അസ്.
നിങ്ങളാകുന്ന, ഞാനാകുന്ന, നമ്മളാകുന്ന ഹിയറേഴ്സ്, ശ്രോതാക്കൾക്കായിട്ട്, കാണികൾക്കായിട്ട് അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച്. അത് ഇൻഡയറക്റ്റ്. എന്തുകൊണ്ട്? ഇവർ തമ്മിൽ നടന്ന സംഭാഷണമാണ് ഡയറക്റ്റ്. അത് മാധ്യമപ്രവർത്തകൻ നമുക്ക് നൽകുമ്പോൾ അത് ഇൻഡയറക്റ്റ്. സോ വി ഷുഡ് നോ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ direct speech and indirect speech. Once again, I remind you, indirect speech has another name, that is reported speech. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും തമ്മിലുള്ള ആ സാങ്കേതിക വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകും. രണ്ട് വ്യക്തികൾ എയും ബിയും തമ്മിൽ മേ ബി മിനിസ്റ്റേഴ്സ്, മേ ബി ഫ്രണ്ട്സ്, മേ ബി ടീച്ചേഴ്സ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാഠങ്ങളിലൊക്കെ അധ്യാപകർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കേൾക്കാറുണ്ട്. കേട്ട കാര്യം മറ്റൊരു വിദ്യാർത്ഥിയോട് പോയി പറയാറുണ്ട്. അല്ലെങ്കിൽ പ്രധാനാധ്യാപകനും മറ്റ് നമ്മുടെ ഒരു വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകനും തമ്മിൽ സംസാരിക്കുന്ന കാര്യം അത് ആ മുറിക്ക് അടുത്തുകൂടെ പോകുന്ന ഒരു കുട്ടി കേൾക്കുമ്പോൾ അതും ഇത് തന്നെയാണ്. ആ കുട്ടി പോയിട്ട് പ്രധാനാധ്യാപകൻ സയൻസ് അധ്യാപകനോട്, മാത്സ് അധ്യാപകനോട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അധ്യാപകനോട് പറഞ്ഞ കാര്യം ആ മുറിക്കടുത്തുകൂടെ പോകുന്ന കുട്ടി കേൾക്കുന്നു. വേണ്ടിയാകാം വേണ്ടാതെയാകാം, സംഭാഷണം കേട്ടു. നമ്മുടെ മോഡൽ പരീക്ഷ അടുത്ത ആഴ്ച ആരംഭിക്കുകയാണ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മുടെ സ്കൂളിൽ ഒരു ചെറിയ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പ്രധാനാധ്യാപകൻ സഹാധ്യാപകനോട് പറയുന്നത് ആ ക്ലാസ്സിനരികിലൂടെ അല്ലെങ്കിൽ ഓഫീസ് മുറിക്കരികിലൂടെ പോകുന്ന കുട്ടി കേൾക്കുമ്പോൾ ആ കുട്ടി പോയിട്ട് തൻ്റെ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളോട് അത് പറയുന്നു. അത് റിപ്പോർട്ടിംഗ് ആണ്. അങ്ങനെ പ്രധാനാധ്യാപകനും സഹാധ്യാപകനും പറഞ്ഞത് ഡയറക്റ്റ് സ്പീച്ചാണ്. കേട്ട കുട്ടി റിപ്പോർട്ടറാണ്. ആ കുട്ടി മറ്റുള്ള കുട്ടികളോട് പറയുമ്പോൾ അത് റിപ്പോർട്ടിംഗ് ആണ്. അതിനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വിളിക്കാം, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കാം. ഓക്കെ, അതുകൊണ്ട് യു സീ ദ ടോക്ക് ഓഫ് എ ടു ബി, ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഡയറക്റ്റ് സ്പീച്ച്. നോക്കൂ, the first talk is direct. It can be called or hence ആയതിനാൽ it is direct speech. എയും ബിയും നേരിട്ട് സംഭാഷണം നടത്തുന്നത് കൊണ്ട് അതിനെ ഹെൻസ് ആയതിനാൽ അതിനെ ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കാം. Then what about the second one? It is heard by Z and Z reports to D. നോക്കൂ, the second one is not direct. ഇതുമാതിരിയല്ല, it is ഇൻഡയറക്റ്റ്. ഇത് ഇൻഡയറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഐ ഡി, മറ്റേ ഡി ഓൺലി. ഇത് ഐ ഡി, ഐ ഡി സ്പീച്ചാണ്, ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. നേരിട്ടല്ലാത്തത് കൊണ്ടാണ്, ഡയറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അത് നേരിട്ടല്ല, എയും ബിയും തമ്മിലുള്ള സംഭാഷണമല്ല. സി കേൾക്കുന്നു, സി അത് ഡിയോട് പറയുന്നു. ഇറ്റ് ഈസ് എ റിപ്പോർട്ട്. നോക്കൂ, എ ബി സംഭാഷണം, സി കേൾക്കുന്നു, സി അത് റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഉദാഹരണം പറഞ്ഞു, പ്രധാനാധ്യാപകനും നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ കേൾക്കുന്നു. അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഇംഗ്ലീഷ് ക്ലബിൻ്റെ പരിപാടികളെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നു. അത് നിങ്ങൾ പറയുന്നു, നമ്മുടെ സ്കൂളിൽ അടുത്ത ആഴ്ച ഇംഗ്ലീഷ് ക്ലബിൻ്റെ പരിപാടി നടക്കാൻ പോകുന്നുണ്ടെന്ന് ഹെഡ് മാഷ് നമ്മുടെ സാറിനോട് പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ നമ്മുടെ സാറ് ഹെഡ് മാസ്റ്ററോട് പറയുന്നത് കേട്ടു എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റിപ്പോർട്ട്. സോ ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് reported speech. That is the difference between direct speech and indirect speech. Again, indirect speech has another name, that is reported speech, related with its meaning. അതിന് മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണത്. ഓക്കെ, ഇനി നമ്മൾ പ്രായോഗികമായിട്ടത് ചെയ്ത് ശരിയാണ്. നിയമാവലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതി പഠിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് നിയമാവലി മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് പ്രത്യേക രീതി എക്സാം പർപ്പസിന് എക്സാം ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നിയമം പഠിച്ചു വെക്കല്ല, പക്ഷേ റോഡ് മുറിച്ച് കടക്കുന്ന ഒരാൾ നിയമം പഠിച്ചു വെക്കല്ല, റോഡ് മുറിച്ച് കടക്കുന്ന അവസരത്തിൽ അത് പ്രയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഓപ്പറേഷൻ നടത്തുന്ന ഒരു ഡോക്ടർ
ഓപ്പറേഷൻ ശൈലി പഠിച്ചു വെക്കുകയല്ല, നേരെ മറിച്ച് അതെപ്രകാരത്തിലാണെന്ന് കണ്ടു മനസ്സിലാക്കിയിട്ട് ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ ചെയ്യുന്ന ഭാഗം കണ്ടു മനസ്സിലാക്കിയിട്ട് പിന്നീട് സാവധാനം അതിലേക്ക് കടക്കുകയാണ്. അതേമാതിരി ഈ ഭാഗം പ്രാക്ടിക്കലായിട്ട് ചെയ്തു പഠിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അതിൻ്റെ തിയറി അതിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. കുറച്ച് തിയറി ഉണ്ട് അതിന്. അത് നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് ഒരു ദിവസം അരമണിക്കൂർ പറയാനുള്ളൂ. കേട്ടോളൂ. ഞാനിവിടെ 9ാം ക്ലാസ്സിൽ ഒരു ഭാഗമാണ് എഴുതിയത്. 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലേക്ക് എത്തിയവർ 9ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വരുന്നവരാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സുകാരും കഴിഞ്ഞ വർഷം പഠിച്ചപ്പോൾ 9ാം ക്ലാസ് പഠിച്ചപ്പോൾ അതിലെ സെക്കൻഡ് ബുക്കിലെ ഫസ്റ്റ് ലെസൺ ദാറ്റ് വാസ് അബൌട്ട് ജൂലിയൻ, എ വെരി നൈസ് ലെസൺ, എ മോട്ടിവേറ്റിംഗ് ലെസൺ. 16 വയസ്സുള്ള ജൂലിയൻ എന്ന പെൺകുട്ടി വിമാന അപകടത്തിൽപ്പെടുന്നതും മറ്റെല്ലാവരും മരണത്തിന് വിധേയരായി ഈ പെൺകുട്ടി 16 വയസ്സുകാരി അത്ഭുതകരമായി ജീവൻ സ്വയം രക്ഷിച്ചെടുക്കുന്നതും ഒരു വനത്തിൽപ്പെട്ടിട്ടും ദിവസങ്ങളോളം അവിടെ അപകടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് അവിടെ നമ്മളോട് സംസാരിക്കുന്ന കുറച്ച് വാചകങ്ങൾ എടുത്തുകൊണ്ടാണ്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ചില വാചകങ്ങൾ എടുത്തുകൊണ്ടാണ് 2 ക്ലാസ്സുകളിലായിട്ട് അല്ലെങ്കിൽ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നു, ഇത് യൂട്യൂബിലൂടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എക്കാലത്തും ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ യൂട്യൂബിലൂടെ തന്നെ ക്ലാസ് ഇടുന്നു. ഓൺലൈൻ ക്ലാസ് ആണ്, പക്ഷേ യൂട്യൂബ് ക്ലാസ്സാണ്. ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുകൊണ്ട് ക്ലാരിഫിക്കേഷനോട് കൂടിയാണ്, അത് വിശകലനം ചെയ്തുകൊണ്ടാണ് ആദ്യം പ്രസ്താവനകളും പിന്നെ ചോദ്യങ്ങളും പിന്നെ ഇമ്പാരറ്റീവ് സെൻറ്റൻസും ലാസ്റ്റിൽ എക്സ്ക്ലമേറ്ററിയും പറഞ്ഞുകൊണ്ടാണ് ഏത് ചോദ്യം വന്നാലും എക്കാലത്തും എവിടെ എഴുതാൻ പറ്റുന്നത്. ഐദർ ഇറ്റ് ഈസ് ഹൈസ്കൂൾ ഓർ ഇറ്റ് ഈസ് +2 ഓർ ഇറ്റ് ഈസ് ഡിഗ്രി ഓർ ഇറ്റ് ഈസ് എനിവർ ഇൻ PSC ഓർ UPSC. ആ ഏത് വിഭാഗത്തിനാണെങ്കിലും ഞാൻ പ്രാക്ടിക്കലായിട്ട് എടുത്തു കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് 9ാം ക്ലാസ്സിലെ കുട്ടികളായി നിങ്ങൾക്കും അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ കുട്ടികളായി നിങ്ങൾക്കും, അഥവാ ചിലപ്പോൾ 8ാം ക്ലാസ്സുകാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ +2കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. നോക്കാം. ഇവിടെ ഒരു വാചകം എഴുതിയിരിക്കുന്നു. ജൂലിയൻ സെറ്റ്, ഐ ഇൻട്രൊഡ്യൂസ് യു, ഹു ഈസ് ജൂലിയൻ. നമുക്കറിയാം, ധീരയായ 16 വയസ്സുകാരി വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവളുടെ ഓട്ടോബയോഗ്രാഫി അവൾ രേഖപ്പെടുത്തിയ വരികൾ, അതിൽ നിന്നും എടുത്തതായ ഒരു വരി, മൈ പാരൻസ് ആർ ടീച്ചേഴ്സ്. അവൾ പറയാണ്, എൻ്റെ അച്ഛനമ്മമാർ അധ്യാപകരാണ്. 2 പേരും, ഒരാൾ പക്ഷിശാസ്ത്രജ്ഞനും മറ്റൊരാൾ അതുപോലെ തന്നെ വനത്തിൽ ചെടികളെ പറ്റിയൊക്കെ മനസ്സിലാക്കി നിരീക്ഷിക്കുന്നയാളും. ഇക്കോ ഫ്രണ്ട്ലിനെസ്, പ്രകൃതി സൗഹൃദം. ഇങ്ങനെ 2 പേരും യൂണിവേഴ്സിറ്റി അധ്യാപകരാണ്. അതാണ് ഇവിടെ ജൂലിയൻ പറഞ്ഞത്. ഇനി ഈ ജൂലിയൻ പറഞ്ഞ വാചകത്തിനും നോക്കാം നമുക്ക്. ജൂലിയൻ സെഡ് എന്ന ഒരു ഭാഗം, എന്നിട്ട് ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് മൈ പാരൻസ് ആർ ടീച്ചേഴ്സ് എന്ന് ജൂലിയൻ തന്നെ പറയുന്ന ഭാഗവും. ഇപ്പോൾ 2 ഭാഗങ്ങളുണ്ട്. ഒന്നിലേക്ക് നോക്കൂ. ജൂലിയൻ സെറ്റ്, കർത്തൃഭാഗമുണ്ട്, ക്രിയാഭാഗമുണ്ട്. കർത്തൃഭാഗമുണ്ട്, ക്രിയാഭാഗമുണ്ട്. ഇതാണ് കർത്താവ്, പറയുന്ന ആൾ സബ്ജക്റ്റ്, നൗണാണ് ജൂലിയൻ, സബ്ജക്റ്റാണ്, കർത്താവാണ്, പറയുന്ന ആളാണ്. അയാൾ പറയുന്ന പ്രവൃത്തിയാണ് സെഡ്, അതാണ് വേർബ്. അപ്പം കർത്തൃഭാഗവും ക്രിയാഭാഗവും ഉള്ളത് കൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ക്ലോസാണ്, ഒരു മെയിൻ ക്ലോസാണ്, ഒരു പ്രധാന ഉപവാചകമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒറ്റയ്ക്ക് നിൽക്കാവുന്നൊരു ക്ലോസ് തന്നെയാണ് മൈ പാരൻസ്. ഇതാണ് ഇതിലെ സബ്ജക്റ്റ്. മൈ അല്ല കേട്ടോ, മൈ പാരൻസ്, എൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ അച്ഛനമ്മമാർ. ആർ ടീച്ചേഴ്സ്, ഇതാണ് വെർബ് പാർട്ട്. അപ്പോൾ ഇവിടെയും സബ്ജക്റ്റ് പാർട്ടുണ്ട്, വെർബ് പാർട്ടുണ്ട്. ഇവിടെയും സബ്ജക്റ്റ് പാർട്ടുണ്ട്, വെർബ് പാർട്ടുണ്ട്. ഇതും ഒരു ക്ലോസാണ്. കർത്താവും ക്രിയാഭാഗവും ഉള്ളത് കൊണ്ട്, അർത്ഥം പൂർണ്ണമായതുകൊണ്ട് ഇതിനെ മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. ഇതാണ് ക്ലോസ്. ഒരു വാചകത്തിൽ 4, 5, ചിലപ്പോൾ 8, 10 ഒക്കെ ഉണ്ടാവും. വലിയ വാചകങ്ങൾ. ഇംഗ്ലീഷുകാർ കഥ എഴുതുമ്പോഴൊക്കെ തന്നെ, നോവൽ എഴുതുമ്പോൾ തന്നെ വലിയ വാചകങ്ങളായിരിക്കും. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടാവും.
ആ കൂട്ടി കണക്ട് ചെയ്ത് എഴുതുക ചെയ്യും. ഇതിപ്പോൾ അങ്ങനെ എഴുതിയല്ല. അപ്പോൾ ഇത് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ 2 ക്ലോസ് അതിലുണ്ടാകും. കണ്ടോ, അതിൽ നിന്ന് ആവിർഭാവമാണ്, അതാണ് അനാലിസിസ് എന്ന് മാഷ് എഴുതി വെച്ചത്. ജൂലിയൻ സെഡ് എന്ന് പറഞ്ഞത് ഒറ്റയ്ക്ക് നിൽക്കാവുന്ന അർത്ഥപൂർണമായ കർത്തൃഭാഗമുള്ള ക്രിയാഭാഗമുള്ള വാചകഭാഗമാണ്. ദിസ് പാർട്ട് ഈസ് എ മെയിൻ ക്ലോസ്. Why? Because it has subject part, it has verb part, or it is predicate part. Having subject part and predicate part, having subject part and verb, it's a main clause because it has full meaning or convincing meaning. ഇതിന് പെർഫെക്റ്റ് മീനിങ്, പൂർണ്ണ അർത്ഥമുണ്ട്. കർത്തൃഭാഗമുണ്ട്, ക്രിയാഭാഗമുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കാം. എന്തുകൊണ്ടെന്നാൽ അർത്ഥം പൂർണ്ണമാണ്. ഇനി ഈ ഭാഗം വന്നാൽ അങ്ങനെ തന്നെ. മൈ പാരൻസ് സബ്ജക്റ്റ് പാർട്ടാണ്. ആർ ടീച്ചേഴ്സ് വെർബ് പാർട്ടാണ്. സബ്ജക്റ്റ് പാർട്ടുണ്ട്. വെർബ് പാർട്ടിനെ നമുക്ക് പ്രെഡിക്കേറ്റ് പാർട്ടെന്ന് വിളിക്കാം. വെർബ് പാർട്ടിനെ നമുക്ക് പ്രെഡിക്കേറ്റ് പാർട്ടെന്ന് വിളിക്കാം. അപ്പോൾ ഒരു മെയിൻ ക്ലോസിൽ 2 ഭാഗങ്ങളുണ്ടാകും, കർത്തൃഭാഗവും ക്രിയാഭാഗവും. കർത്തൃഭാഗത്തെ സബ്ജക്റ്റ് പാർട്ടെന്നും ക്രിയാഭാഗത്തെ വെർബ് പാർട്ടെന്നോ അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് പാർട്ടെന്ന് വിളിക്കാം. ഇവിടെ കർത്തൃഭാഗമുണ്ട്, ക്രിയാഭാഗമുണ്ട്, സബ്ജക്റ്റ് പാർട്ടുണ്ട്, വെർബ് പാർട്ടുണ്ട്. സോ ഇറ്റ് ഹാസ് ബി കോൾഡ് സബ്ജക്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ്. അങ്ങനെ കർത്തൃഭാഗവും ക്രിയാഭാഗവുമുള്ള ഇതിനും അർത്ഥം പൂർണ്ണമാണ്. എൻ്റെ അച്ഛനമ്മമാർ അധ്യാപകരാണ്. ഇങ്ങനെ 2 പക്ഷേ ഇവിടെ ഒരു പ്രത്യേക അവസ്ഥ കാണാം. മൈ പാരൻസ് ആർ ടീച്ചേഴ്സ്. ആർ പ്രസൻ്റാണ്. ഇത് അല്പം ടെൻസ് ഭാഗം വരുന്നത്. ഇപ്പം നമുക്കറിയുന്ന വാക്ക് വെച്ചിട്ടാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അപ്പം പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ടെൻസിൻ്റെ 3 ഭാഗങ്ങൾ. അതിനൊരു ലളിതമായ ടച്ച് നാളെ തരും, എന്നിട്ട് നമ്മളത് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ആർ അത് ഭൂതകാലാക്കുമ്പോൾ വേറെന്നാവും, ആർ വേറാവും. പക്ഷേ ഇവിടെ ഭാഗം നോക്കും, ജൂലിയൻ സെഡ് എന്ന ഭാഗത്തിൽ തന്നെ തുടങ്ങിയത് തന്നെ സേ എന്ന പ്രസൻറ്റ് കൊണ്ടല്ല, പാസ്റ്റ് കൊണ്ടാണ്. സേയുടെ ഭൂതകാലമാണ് സെഡ്. അപ്പോൾ ഒരു വാചകഭാഗം പാസ്റ്റിലും ഒരു വാചകഭാഗം പ്രസൻറ്റിലുമാണ്. ഇതാണ് ഇതിൻ്റെ വിഷമം എന്ന അവസ്ഥ. ഇനി നമ്മളുടെ ചോദ്യം ഇങ്ങനെയാണ്, വാട്ട് ഡിഡ് ജൂലിയൻ സേ? എന്താണ് ജൂലിയാൻ പറഞ്ഞത്? ഭൂതകാലത്തിലാണ് ചോദിച്ചത്. വാട്ട് ഡിഡ് ജൂലിയൻ സേ? ജൂലിയാൻ എന്താണ് പറഞ്ഞത്? അതിൻ്റെ ഉത്തരം എങ്ങനെ വരുന്നു എന്നിട്ട് അത് വിശകലനം ചെയ്യുന്നു. ഉത്തരം എങ്ങനെയാണ്? ജൂലിയൻ സെഡ് ഒന്നും എടുത്തില്ല, അങ്ങനെ തന്നെ മാറ്റി, ഒന്നും മാറ്റിയിട്ടില്ല, അതേ ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഒരു സാധനം, ഒരു വാക്ക്, ഒരു പ്രത്യേക ഭാഗം എന്തോ ഒന്ന് കൂട്ടിച്ചേർത്തു, അതാണ് ദാറ്റ്. പക്ഷെ അപ്പോഴത്തേക്ക് എന്തോ പോയി കഴിഞ്ഞു, അതാണ് പോയ കൊട്ടേഷൻ. കൊട്ടേഷൻ ഭാഗത്തിനെയാണ് നമ്മളിന് കൂട്ടിച്ചേർക്കാൻ പോകുന്നത്. കൊട്ടേഷൻ ഭാഗമാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലെ പ്രധാന ഭാഗം. കൊട്ടേഷൻ ഭാഗത്താണ് മാറ്റം വരേണ്ടത്. കോട്ട് ചെയ്യുന്ന ഭാഗമാണ് കൊട്ടേഷൻ ഭാഗം. അതുകൊണ്ടാണ് 2 ഇൻവേർട്ടഡ് കോമയ്ക്കകത്താക്കിയത്. പക്ഷേ ഈ വഴിയിൽ ഈ വേറിട്ട് നിൽക്കുമ്പോൾ ഒരു 2 പറമ്പിൽ ഒരു ഇടവഴിക്കപ്പുറത്ത്, ഒരു റോഡിനപ്പുറത്ത് 2 പറമ്പിൽ നിൽക്കുന്ന മാതിരിയാണ് ഇവർ നിൽക്കുന്നത്. കണ്ടോ? ജൂലിയൻ സെഡ് ഒരു പ്രത്യേക ഭാഗവും മൈ പാരൻസ് ആർ ടീച്ചേഴ്സ് വേറെ പ്രത്യേക ഭാഗവും. ഒന്ന് ഭൂതകാലത്തിലാണ്, ഒന്ന് വർത്തമാനകാലത്തിലാണ്, ഒന്ന് ഫ്രീ ആണ്, ഒന്ന് കോട്ടഡ് ആണ്. ഇങ്ങനെയൊക്കെ നോക്കിയാൽ കാണുന്ന വ്യത്യാസങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതിലൊന്നുമില്ലാത്തൊരു സാധനം ഇവിടെ വന്നു, ദാറ്റ്. ഈ ദാറ്റ് വരുന്ന കാരണം ഇവിടെ കോട്ട് ചെയ്തപ്പോൾ കോട്ടിങ്ങിൻ്റെ അടയാളം കാണിച്ചിട്ടുണ്ട്. ആ കോട്ടിങ് മാറ്റുമ്പോൾ ഈ വാചകഭാഗവും തമ്മിൽ യോജിപ്പിച്ച് നിർത്തണമെങ്കിൽ ഒരു ലിങ്ക് കൊടുക്കണം. അതാണ് ഈ ലിങ്ക്, ദാറ്റ്. ഇംഗ്ലീഷിലെ പ്രസ്താവനയിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് 2 ക്ലോസുകളെ കണക്റ്റ് ചെയ്യുന്ന, കൂട്ടിയോജിപ്പിക്കുന്ന, വിളക്കിയെടുക്കുന്ന, ചേർത്തെടുക്കുന്ന ഭാഗമാണ് ദാറ്റ്. അതോടുകൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻവെർട്ടഡ് കോമയെ ഒഴിവാക്കാം. അപ്പോൾ ജൂലിയൻ സെഡ് ദാറ്റ്. ഇനി ഇതൊക്കെ മാറി നോക്കും. ഈ മാറ്റമാണ് നാളെ പഠിക്കാനുള്ളത്. മൈ എന്ന് പറഞ്ഞത് എൻ്റെ എന്നാണ് അവൾ പറഞ്ഞത്. നമ്മളെന്ത് പറയണം? അവളുടെ. അതുകൊണ്ട് മൈ മാറിയിട്ട് ഹെർ ആവും. അത് നാളെ പഠിക്കും അടുത്ത ക്ലാസ്. പാരൻസിന് മാറ്റമൊന്നുമില്ല. കണ്ടോ?
മൈ പാരൻസ് വരെ ഹെർ പാരൻസ്. എൻ്റെ അച്ഛനമ്മമാരെന്ന് അവൾ പറഞ്ഞു, എൻ്റെ രക്ഷിതാക്കളെന്ന് അവൾ പറഞ്ഞു, നമ്മൾ പറയുന്നു അവളുടെ രക്ഷിതാക്കൾ. ആരെന്നാണ് അവൾ പറഞ്ഞത്? അവൾ പറഞ്ഞിട്ട് കാലത്രയും 10-50 വർഷമായി. നമ്മളിപ്പോഴാണ് പറയുന്നത്. അതുകൊണ്ട് അവൾ പറഞ്ഞ കാര്യത്തെ സെഡിനോടാണ് നമ്മൾ ഊട്ടി പറയുന്നത്. അതുകൊണ്ട് ആറിന് പകരം നമ്മൾ വേർ വയ്ക്കുന്നു. ഇത് ഇംഗ്ലീഷിൽ സുപ്രധാനമായ കാര്യം, പ്രസൻറ്റ് പാസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ആർ വേറായത്. അവർ എന്നോ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. എന്താണ് ജൂലിയൻ പറഞ്ഞത്? ജൂലിയൻ പറഞ്ഞിട്ട് വർഷങ്ങളായി, അല്ലെ മാസങ്ങളായി, അല്ല ദിവസങ്ങളായി, അല്ലെ മണിക്കൂറുകളായി, എന്തായാലും സമയം കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞപ്പോൾ അത് ഭൂതകാലമായി മാറി. അത് മലയാളത്തിലില്ല, അത് ഇംഗ്ലീഷിലുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. ഇന്ന് മാഷ് വാചകത്തിന് ഒരു വാചകം, അതായത് ഇവിടെ 2 വാചകഭാഗങ്ങൾ എങ്ങനെ ഒറ്റ വാചകഭാഗമായി റിപ്പോർട്ട് സ്പീച്ചായി എന്നാണ് പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത്. ഇതിനനുസരിച്ചിട്ടാണ് അടുത്ത ക്ലാസ് വരിക. ജൂലിയൻ സെഡും മൈ പാരൻസ് ആർ ടീച്ചേഴ്സും 2 വ്യത്യസ്ത ടെൻസുകളാണ്. ഒന്ന് സെഡാണ്, പാസ്റ്റാണ്. ഒന്ന് ആറാണ്, പ്രസൻ്റ് ആണ്. ഒന്ന് നമ്മൾ പറയുന്ന ഭാഗമാണ്, മറ്റൊന്ന് അവർ, ആ പെൺകുട്ടി അവൾ പറഞ്ഞ ഭാഗമാണ്. ഇനി നമ്മൾ പറയാണ്, ജൂലിയൻ നമ്മളോട് ചോദിക്കുന്നു, ടീച്ചർ നിങ്ങളോട് ചോദിക്കുന്നു എന്താണ് ജൂലിയൻ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ പറയാണ് ജൂലിയൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ജൂലിയൻ സെഡ് ദാറ്റ് മൈ പാരൻസ് ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാരൻസ് ആയി പോവില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ മാറിയിട്ട് ജൂലിയാന് വേണ്ടിയിട്ട് എന്താക്കുന്നത്, ഹെർ പാരൻസ്. ആറെന്ന് പറഞ്ഞാൽ ഇപ്പോഴായി പോയില്ലേ, ഇത് പഴയ കാര്യമല്ലേ, അതുകൊണ്ടാണ് വേറെന്ന് മാറ്റിയത്. ഇത് പ്രായോഗികമായ പ്രാക്ടിക്കൽ വർക്ക്. ലഘുരീതി, സിമ്പിൾ സ്റ്റൈൽ, അതായത് ആക്ച്വലി കോംപ്രഹെൻസിങ് സ്റ്റൈൽ, അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന രീതി. എന്തുകൊണ്ടാണ് മാറ്റമെന്ന്? അതുകൊണ്ട് ഉത്തരം ഇങ്ങനെ വന്നു. ജൂലിയൻ സെഡ് ദാറ്റ് ഹെർ പാരൻസ് വേർ ടീച്ചേഴ്സ്. ഒരർത്ഥത്തിൽ വളരെ എളുപ്പമാണ് ഇനി ചെയ്യാനുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അനാലിസിസ്, വിശകലനം. ജൂലിയൻ സെഡ് എന്ന ഫസ്റ്റ് പാർട്ടിനെടുത്തു. ഇൻ ദിസ് പാർട്ട് സെഡ് ഈസ് ദ റിപ്പോർട്ടിംഗ് വെർബ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സെഡ്. ഇവിടെ സെഡ് എന്ന വാക്കാണ് റിപ്പോർട്ടിംഗ് വെർബ്, റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ച പദം. അതിൻ്റെ ടെൻസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ടെൻസ് ബോധം വേണം, പാചകത്തിൻ്റെ കാലത്തിനെ പറ്റി ബോധം വേണം. അപ്പോൾ സെഡ്, അത് നാളെ നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഫസ്റ്റിൽ അത് പഠിക്കും. സെഡ് കണ്ടോ, റിപ്പോർട്ടിംഗ് വെർബ് സെഡാണ്. അല്ലെങ്കിൽ ടോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫോംഡ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ സജസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അനൗൺസ്ഡ് ആയിരിക്കും. അങ്ങനെ ഒത്തിരി പദങ്ങൾ വരാനുണ്ട് അർത്ഥത്തിനനുസരിച്ച്. എന്തായാലും അത് ഭൂതകാലമായിരിക്കും. നോക്കൂ, ജൂലിയൻ സെഡ് ഇൻ ദിസ് പാർട്ട് സെഡ് ഈസ് ദ റിപ്പോർട്ടിംഗ് വെർബ്. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഒരു കുട്ടി ആദ്യം മനസ്സിലാക്കേണ്ടത് തനിക്ക് തന്നിരിക്കുന്നത് പ്രസ്താവനയാണോ ചോദ്യമാണോ? ഇവിടെ പ്രസ്താവനയാണ്. പ്രസ്താവനയാണെങ്കിൽ അതിൽ താൻ കൂട്ടിച്ചേർക്കേണ്ട പദം എന്ത്? ദാറ്റാണ് കൂട്ടിച്ചേർക്കേണ്ടത്. എങ്കിൽ എന്തിനാണ് താൻ ടെൻസ് മാറ്റുന്നത്? റിപ്പോർട്ടിംഗ് വെർബ് ഭൂതകാലത്തിലാണ്. കണ്ടോ, റിപ്പോർട്ടിംഗ് വെർബ് ഭൂതകാലം. അപ്പോൾ ആദ്യം റിപ്പോർട്ടിംഗ് വെർബിലേക്ക് നോക്കുക. യെസ്, ഇറ്റ് ഈസ് പാസ്റ്റ്. അതുകൊണ്ട് താൻ എന്ത് ചെയ്യണം? അടുത്ത വാചകത്തിലെ ക്രിയകളെ ഭൂതകാലമാക്കി മാറ്റണം. ലിങ്ക് വേർഡ് ആണ് ദാറ്റ്. കണ്ടോ, അത് നമ്മൾ പഠിച്ചു വെച്ചു. ലിങ്ക് വേർഡ് ദാറ്റ്. ജൂലിയൻ സെഡ് ദാറ്റ് ലിങ്ക് വേർഡാണ്. ഹെർ പാരൻസ് ആർ ടീച്ചേഴ്സ് എന്നുള്ളത് മൈ പാരൻസ് ആർ ടീച്ചേഴ്സ് എന്നുള്ളത് ഹെർ പാരൻസ് വേർ ടീച്ചേഴ്സ് എന്നാക്കി. അങ്ങനെ ആറിനെ വേറാക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ 2 വാചകങ്ങളെ ഈ കൊട്ടേഷൻ മാറ്റി ഒറ്റ ഭാഗമാക്കി ചേർത്തപ്പോൾ, ഇത് രണ്ടും കൂടി ഒരു വാചകമാക്കിയപ്പോൾ, ഓർത്തോളൂ, കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ, ഇംഗ്ലീഷിലെ ഒരു വാചകത്തിൽ ഒരു ടെൻസ് മാത്രമേ പാടുള്ളൂ. വ്യത്യാസമുള്ളത് കണ്ടീഷൻ ക്ലോസിൽ മാത്രമാണ്. ഒരു വാചകം എഴുതുമ്പോൾ ആ വാചകത്തിൽ ഒന്നിൽ കൂടുതൽ ടെൻസ് പ്രയോഗിക്കാൻ പാടില്ല. ഒരു വാചകം ഐദർ ഇൻ പ്രസൻറ്റ്, ഓർ ഇൻ പാസ്റ്റ്, ഓർ ഇൻ ഫ്യൂച്ചർ, ഓർ ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ്, ഓർ ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്, ഓർ ഇൻ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഒരു വാചകം 2-3 ആശയങ്ങളുണ്ടെങ്കിൽ ആ ആശയങ്ങളത്രയും ഒരു ടെൻസിലായിരിക്കണം. കണ്ടോളൂ, ജൂലിയൻ സെഡ് ദാറ്റ് ഹെർ പാരൻസ് വേർ. കണ്ട, ഇവിടെ വേറിട്ടായിരുന്നു, ഇവിടെ കൂട്ടിച്ചേർത്തപ്പോൾ
ആറിനെ വേറെ ആക്കി ഒറ്റ ടെൻസിലേക്ക് ആക്കി മാറ്റി ആ ഒറ്റ ടെൻസിലേക്ക് ആക്കാൻ പ്രേരിപ്പിക്കുന്നത് റിപ്പോർട്ടിംഗ് വെബാണ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ്. അപ്പോൾ നോക്കൂ, ജൂലിയൻ സെഡ് റിപ്പോർട്ടിംഗ് വെബിനോട് കൂടി നിൽക്കുന്ന ആദ്യ ഭാഗം നമ്മളിവിടെ എടുത്തു. രണ്ടാമത് ഈ ഭാഗത്തിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ലിങ്ക് വേർഡ് ദാറ്റ് ചേർത്തു. മൂന്നാമത് ഈ വാചകത്തിലെ വ്യക്തിയെ കാണിക്കുന്ന ഐ എന്നതിനെ മൈ എന്നാക്കി, അല്ലെങ്കിൽ ഐ എന്നതിനെ ഹി എന്നോ ഷീ എന്നോ ആക്കുന്നു. അതുപോലെ തന്നെ മൈ എന്നതിനെ ഹെർ എന്നോ ഹിസ് എന്നോ ആക്കുന്നു. ഇവിടെ പെൺകുട്ടി അതുകൊണ്ട് ഹെർ എന്നാക്കി. അത് നമുക്ക് നാളെ പഠിക്കാം. നോക്കൂ, ഹെർ പാരൻസ് വേർ ടീച്ചേഴ്സ്. അനാലിസിസ്. Julian said. In this part, said is the RP. RV. RP അല്ല, RV. റിപ്പോർട്ടിംഗ് മറ്റേ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ, അത് ഇംഗ്ലീഷിൻ്റെ വേറെ ഭാഗമാണ്. RV റിപ്പോർട്ടിംഗ് വേർബ്. റിപ്പോർട്ടിംഗ് വേർബ് കാണുന്നത് ടെൻസ് മനസ്സിലാക്കാണ്. റിപ്പോർട്ടിംഗ്. ദാറ്റ് എന്നത് ലിങ്ക് വേർഡ്. എന്താ ലിങ്ക്? രണ്ട് വാചകഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് ഒന്നിപ്പിച്ച് നിർത്തുന്നതാണ് ദാറ്റ് എന്ന ലിങ്ക് വേർഡ്. ഇനി മൂന്നാമത്തെ വാചകം നോക്കിക്കോളൂ. മൈ പാരൻസ് ആർ ടീച്ചേഴ്സ് എന്നതിനെ ഇവിടെ എഴുതിയപ്പോഴെന്താ ആക്കി മാറ്റി നോക്കൂ. ഹെർ പാരൻസ് വേർ ടീച്ചേഴ്സ്. ഇത് തുടക്കമാണെന്ന് പറഞ്ഞത് ഒരു പ്രസ്താവനയെ മാറ്റുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. ഒന്നാമത്തെ റിപ്പോർട്ടിംഗ് വെർബോട് കൂടി നിൽക്കുന്ന സ്വതന്ത്രമായ ഭാഗം. രണ്ടാമത്തെ കോട്ട് ചെയ്ത് നിൽക്കുന്ന ആ കോട്ടറ്റ് ഭാഗം. മൂന്നാമത് ഓർക്കേണ്ടത് അതിനെ നമുക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ടായിരിക്കും. അത് സ്റ്റേറ്റ്മെൻറ്റിൽ ദാറ്റാണ്, മറ്റുള്ള വരികളിൽ മാറിക്കൊണ്ടിരിക്കും. യെസ്, ലെറ്റ് us continue it tomorrow.